ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ആശ്രമ മൈതാനത്ത് നടക്കുന്ന ദ ഓഷ്യൻ എക്സ്പോയിലാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ക്യൂട്ട് ബേർഡ്സ് നമുക്ക് ചുറ്റും പാറിപ്പറക്കും. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ തന്നെ കുറേ ഫോട്ടോസ് എടുക്കാനുള്ള സെക്ഷൻസും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു റോബോട്ടിക് ഷോ ആണ്. പാട്ടിനൊപ്പം ഡാൻസ് കളിക്കുന്ന റോബോട്ടിക് ഡോഗുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകമുണർത്തുന്ന ഒന്നായിരുന്നു ഇത്. ചിത്രം വരയ്ക്കുന്ന റോബോട്ടുകളും ഈ ഷോയുടെ മറ്റൊരു കാഴ്ചയാണ്. ഈ കാണുന്നതാണ് സ്കൂബ ഡൈവിങ്. അത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയം കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. 2 മണിക്ക് ശേഷം പോയാൽ എല്ലാം സമയം എടുത്ത് ആസ്വദിച്ച് കാണാൻ പറ്റും. ടിക്കറ്റ് ചാർജ് വരുന്നത് വെറും 150 രൂപയാണ്. അപ്പോൾ 150 രൂപയ്ക്ക് നമുക്ക് കടലിലൂടെ ഒരു യാത്ര തന്നെയാണ്. അനദർ എൻ്റർടൈനിങ് സെക്ഷനാണ്. എല്ലാവരും കാണാൻ കൗതുകത്തോടെ വരുന്നത് കടലിനടിയിലെ മത്സ്യകന്യക. അതിനുശേഷം ഏവരെയും ആകർഷിക്കുന്ന അണ്ടർ വാട്ടർ ടണൽ. ശരിക്കും കടലിനടിയിലൂടെ നടക്കുന്ന പോലെയുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കടലിൻ്റെ അടിത്തട്ടുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരുപാട് മത്സ്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളായിരുന്നു ഈ വാട്ടർ ടണലിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ നല്ല തിരക്കായിരുന്നു. ഇത്രയൊക്കെ ഭംഗിയുള്ള അപൂർവങ്ങളായ മത്സ്യങ്ങൾ കടലിനടിയിലുണ്ടെന്ന് നമുക്ക് അത്ഭുതമാണല്ലേ. അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്ന ഒരുപാട് മത്സ്യങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആഹാ, ഇത് കണ്ടില്ലേ? വെള്ളത്തിനടിയിൽ കുറേ കുഞ്ഞു മത്സ്യങ്ങളും 2 പൂച്ചക്കുട്ടികളും. ആ മീനുകളെല്ലാം ഇപ്പം പിടിക്കാന്നുള്ള മട്ടിലാണ് ആ പൂച്ചക്കുട്ടന്മാരിയ്ക്കുന്നത്. തികച്ചും വേറിട്ടൊരു കാഴ്ചയായിരുന്നു ഇതെല്ലാവർക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡുകളും ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണേ.